13 വർഷത്തെ വേർപാടിനൊടുവിൽ പെറ്റമ്മയെയും കൂടപ്പിറപ്പുകളെയും പുണരാൻ ജാർഖണ്ഡുകാരനായ വിദ്യാർത്ഥി രാജ തലശ്ശേരിയിൽ നിന്നും ജന്മനാട്ടിലേക്ക് മടങ്ങി. ചെറിയ പ്രായത്തിലായിരുന്നു രാജയ്ക്ക് തന്റെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടത്. 13 വർഷത്തെ വേർപാടിനൊടുവിലാണ് പെറ്റമ്മയെയും കൂടപ്പിറപ്പുകളെയും കൺനിറയെ കാണാനുള്ള മോഹവുമായി ജാർഖണ്ഡിലെ ചായ ബസക്കാരനായ 19-കാരൻ രാജ മടങ്ങുന്നത്. 2012-ൽ 6 വയസ്സു മാത്രം പ്രായമുള്ളപ്പോൾ ജാർഖണ്ഡിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിപ്പെട്ടു. കൗതുകത്തിന് മുന്നിൽ കണ്ട ട്രെയിനിൽ കയറിയിരുന്നു. നാടിന്റെ പേരും അച്ഛനമ്മയുടെ പേരും അല്ലാതെ മറ്റൊന്നും രാജയ്ക്ക് പറയാനറിയില്ലായിരുന്നു. എത്തിയത് എറണാകുളത്ത്. അവിടെ ഇറങ്ങി അലഞ്ഞുതിരിയെ കൊച്ചുബാലനെ പോലീസ് കണ്ടെത്തി കൊച്ചിയിലെ ചൈൽഡ് കെയർ ഹോമിലാക്കി. 3 വർഷം കഴിഞ്ഞ് തൃശൂരിലേക്ക് മാറ്റി. തൃശൂരിൽ കഴിയുന്നതിനിടെ നടത്തിയ കൗൺസിലിംഗിൽ തന്റെ ഗ്രാമത്തെക്കുറിച്ചും വീടിനെക്കുറിച്ചുമുള്ള അവ്യക്ത ഓർമ്മകൾ രാജ പങ്കുവച്ചിരുന്നു. ഈ വിവരം തലശ്ശേരി ചിൽഡ്രൻസ് ഹോമിലെ മുഹമ്മദ് അഷ്റഫ് താൻ അഡ്മിനായ മിസ്സിംഗ് പേഴ്സൺ കേരള എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചു. അങ്ങനെയാണ് ഉറ്റവരെ കണ്ടെത്തിയത്. തൃശൂരിലെ ചിൽഡ്രൻസ് ഹോമിലായിരുന്ന രാജ തലശ്ശേരിയിൽ എത്തിയിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. ഇതിനിടയിൽ ആണ് ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് മുഹമ്മദ് അഷ്റഫിന്റെ ഇടപെടൽ. പോറ്റി വളർത്തിയ മലയാളക്കരിയെ പിരിയാൻ ദുഃഖവും ഉറ്റവരെ കിട്ടിയ സന്തോഷവും രാജയുടെ മുഖത്തുണ്ട്. ജാർഖണ്ഡിൽ നിന്നും എത്തിയ സർക്കാർ പ്രതിനിധികൾക്കൊപ്പം രാജ എരഞ്ഞോളിയിലെ ചിൽഡ്രൻസ് ഹോമിൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് പുറപ്പെട്ടു. കഴിഞ്ഞ ഈ ഫെബ്രുവരി ആദ്യത്തിൽ രാജയെ തൃശ്ശൂർ ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോമിൽ ഇങ്ങോട്ട് 18 വയസ്സ് പൂർത്തിയായതിനു ശേഷം നാട്ടിൽ കുട്ടിയാണ്. ആ കുട്ടിയുടെ രക്ഷിതാക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടിയും റീഹാബിലിറ്റേഷന് വേണ്ടിയും ശ്രമിക്കുകയും അതിനായതുമായിട്ട് ബന്ധപ്പെട്ട് ചിൽഡ്രൻസ് ഹോമിൻ്റെ സൂപ്രണ്ടായ ശ്രീ അഷ്റഫ് സാറുമായിട്ട് ബന്ധപ്പെടുകയും ശ്രീ അഷ്റഫ് സാറുടെ കെയർ ഓഫിൽ നേതൃത്വത്തിൽ ഉള്ള ടീം, വാട്സപ്പ് ടീം രാജയുടെ ഫാമിലിയെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.